എല്ലാവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ വിവരണമാണ് ഈ 2-ാം അധ്യായത്തിലും അതിൻ്റെ ആദ്യ ഭാഗത്തൊക്കെ നാം കാണുന്നത്. ബൈബിളിൻ്റെ വിമർശകരെ ചിന്തിക്കുന്നത് പോലെ 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും 2 വ്യത്യസ്ത സൃഷ്ടി വിവരണങ്ങൾ എന്ന നിലയിലല്ല നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്. 1-ാമത്തെ അധ്യായത്തിൽ 6 ദിവസത്തെ സൃഷ്ടിയുടെ ചുരുക്കമായ വിവരണം രേഖപ്പെടുത്തിയപ്പോൾ മോശെ 2-ാം അധ്യായത്തിൽ സൃഷ്ടിയുടെ ചില പ്രത്യേക വിവരണങ്ങളാണ് നൽകുന്നത്. അതിൽ തന്നെ മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് കുറച്ച് വിശദാംശങ്ങൾ കൂട്ടിച്ചേർത്ത് നമുക്ക് പറഞ്ഞു തരികയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ നാളിൽ ഈ ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം മനുഷ്യനെ സൃഷ്ടിച്ച വിധത്തെക്കുറിച്ച് 7-ാമത്തെ വചനത്തിൽ പറയുകയാണ്. നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വിരലുകൾ കൊണ്ട് ദൈവം മനുഷ്യനെ മെനഞ്ഞു. അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ മനുഷ്യനുള്ള പ്രാധാന്യം നമുക്ക് ഈ വചനത്തിൽ കാണാം. ദൈവം ഭൂമിയോട് കൽപ്പിച്ചപ്പോൾ ഭൂമിയിൽ നിന്ന് സസ്യലതാദികളും വൃക്ഷങ്ങളും ഉണ്ടായി. ദൈവം സമുദ്രത്തോട് കൽപ്പിച്ചപ്പോൾ അവിടെ മത്സ്യങ്ങളുണ്ടായി. ദൈവം ആകാശത്തോട് കൽപ്പിച്ചപ്പോൾ അവിടെ പർവ്വജാതികളുണ്ടായി. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുവാനായി ആരംഭിച്ചപ്പോൾ സ്വന്തം കൈകൾ കൊണ്ട് വളരെ താല്പര്യത്തോടെ, വളരെ സ്നേഹത്തോടെ അവൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും വിരലുകൾ കൊണ്ട് മെനഞ്ഞെടുത്ത ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ നമുക്കവിടെ കാണാം. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാത്രങ്ങളാണ്. ദൈവത്തിന് കൽപ്പിച്ചാൽ നമ്മെ സൃഷ്ടിക്കാമായിരുന്നു. പക്ഷേ സ്നേഹവാനായ ദൈവം സ്വന്തം കരങ്ങൾ കൊണ്ട് നമ്മെ മെനഞ്ഞു എന്നുള്ളത് നമ്മുടെ ശ്രേഷ്ഠതയെ, മനുഷ്യവർഗത്തിൻ്റെ ശ്രേഷ്ഠതയെ എടുത്തു കാണിക്കുന്ന വിവരണമാണ്. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ദൈവം മെനഞ്ഞു, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഭൗതിക ശരീരത്തെ ദൈവം മെനഞ്ഞു എന്ന് പറയുമ്പോൾ മനുഷ്യന് മണ്ണുമായിട്ടുള്ള ബന്ധം, അതുമാത്രമല്ല മനുഷ്യൻ കേവലം പൊടിയാണ് എന്ന ഓർമ്മപ്പെടുത്തൽ ഈ വചനം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. മനുഷ്യൻ അഹങ്കരിക്കുവാനായിട്ട് ഒന്നുമില്ല, അവൻ കേവലം പൊടി മാത്രമാണ്. എത്ര നിസാരനാണ് മനുഷ്യൻ. പുതിയ നിയമത്തിലുമൊക്കെ നമുക്ക് കാണാം മനുഷ്യൻ പൊടിയാണ് എന്നുള്ള ചിന്ത. മനുഷ്യൻ്റെ നിസാര അവസ്ഥ നാം ഒരിക്കലും മറന്നു പോകരുത്. നാം എത്ര വലിയവരായാലും, എത്ര പണം സമ്പാദിച്ചാലും, എത്ര വിദ്യാഭ്യാസം നേടിയാലും നമ്മൾ കേവലം പൊടി മാത്രമാണ്. രണ്ടാമത്, ഞാൻ പറഞ്ഞതുപോലെ മറ്റ് ജീവജാലങ്ങളെ സൃഷ്ടിക്കുവാനായി ദൈവം കൽപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ മനുഷ്യനെ ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് മെനഞ്ഞു. ദൈവത്തിൻ്റെ ശ്വാസം മനുഷ്യനിലേക്ക് ഊതി. ഓരോ ജീവജാലങ്ങൾക്കും ജീവിക്കുവാൻ ആവശ്യമായ പരിതസ്ഥിതി, ആ പരിതസ്ഥിതിയിലാണ് ദൈവം അവയെ വച്ചിരിക്കുന്നത്. ആ പരിതസ്ഥിതിയിൽ നിന്ന് അവയെ വേർപെടുത്തിയാൽ അവയ്ക്ക് പിന്നെ ജീവനില്ലാത്ത അവസ്ഥയായി തീരും. അഥവാ മണ്ണിൽ നിന്ന് വൃക്ഷത്തെ പിഴുതെടുത്താൽ വൃക്ഷം മരിച്ചു പോകും. ആകാശത്ത് നിന്ന് പറവയെ മാറ്റിയാൽ അതിന് പിന്നെ നിലനിൽപ്പില്ല. ജലത്തിൽ നിന്ന് മത്സ്യത്തെ എടുത്തു മാറ്റിയാൽ അതിന് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുവാനാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് മെനഞ്ഞ് ദൈവത്തിൻ്റെ ജീവശ്വാസം നമ്മിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ ആ ദൈവവുമായിട്ടുള്ള ബന്ധമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ പരിതസ്ഥിതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവബന്ധത്തിൽ ജീവിക്കാത്തവൻ ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെടും. എന്നാൽ ദൈവബന്ധത്തിൽ ജീവിക്കുന്ന ഏതു മനുഷ്യനും ജീവിക്കും എന്നതാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്. ആ ജീവൻ നമുക്ക് നൽകുവാൻ, ദൈവബന്ധത്തിൽ നമ്മെ സൂക്ഷിക്കുവാൻ, ദൈവബന്ധത്തിലേക്ക് നമ്മെ ചേർക്കുവാൻ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് യേശുവിലൂടെ ദൈവത്തോട്, നമ്മുടെ സൃഷ്ടാവായ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, ദൈവബന്ധത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.